ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിലടക്കം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. സൂറ അദ്ദാരിയാത്ത് 20-21 വചനങ്ങളിൽ അല്ലാഹു പറയാൻ വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഅ്മിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഭൂമിയിൽ ദൃഢവിശ്വാസികളായ ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, അവരുടെ ശരീരങ്ങളിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താണ് അവർ കാണുന്നില്ലേ, അവരെ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യന്റെ ശരീരം എടുത്ത് പഠിക്കുന്ന ആളുകൾ പറയാൻ ഒരു യന്ത്രത്തെക്കാൾ, അത്യാധുനികമായ ഒരു യന്ത്രത്തെക്കാൾ 100 ഇരട്ടി മെച്ചപ്പെട്ട അവസ്ഥയിലാണ് മനുഷ്യന്റെ ശരീരമുള്ളത്. അതാണ് ഖുർആൻ വളരെ ലളിതമായി സൂറത്തു തീനിൽ പറഞ്ഞത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിശ്ചയം നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഘടനയിലാണ്. ഏറ്റവും നല്ല ശാരീരിക ഘടനയാണ് മനുഷ്യന്റെ ഘടന എന്ന് പറയുന്നത്. ശരീരശാസ്ത്രം അത് വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു പ്രൊഫസർ തഗറ്റാറ്റ് ജസൻ. അദ്ദേഹത്തിന്റെ ഒരു ഗവേഷണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ വേദന സംവേദനകളെ സംബന്ധിച്ചായിരുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ വേദന അനുഭവിക്കാൻ കഴിയുന്ന ഭാഗം ഏതാണ് എന്നതായിരുന്നു പ്രൊഫസർ തഗറ്റാറ്റ് ജസൻ എന്ന് പറയുന്ന തായ്ലൻഡിലെ ചിയാങ് മായ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെ വലിയൊരു പഠന മേഖല എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആദ്യത്തെ നിഗമനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ മസ്തിഷ്കം എല്ലാം നിയന്ത്രിക്കുന്നു. പക്ഷേ മനുഷ്യന്റെ ശരീരത്തിലെ ഈ തൊലിക്ക് വേദന അനുഭവിക്കാനുള്ള ശേഷി എത്രത്തോളമുണ്ടെന്ന് മനുഷ്യൻ കണ്ടെത്താത്ത ഒരു കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിൽ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. സൂറത്തുൻ നിസായിലെ 56 വചനത്തിൽ അല്ലാഹു പറയാൻ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറ. നിശ്ചയം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ അവർ നരകത്തിൽ കത്തിയാളുന്നതാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ. അവരുടെ തൊലി പാകമാവുമ്പോഴെല്ലാം അല്ലാഹു തആല അവർക്ക് പുതിയ തൊലികൾ പകരമായി നൽകുന്നു എന്നുള്ളതാണ്. നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ അവൻ എപ്പോഴും വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് അല്ലാഹു പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിനാണ്, മനുഷ്യന്റെ ശരീരത്തിലെ തൊലിക്കാണ് വേദന അനുഭവിക്കാനുള്ള ശേഷിയുള്ളത്. അതുകൊണ്ട് തന്നെ കുല്ലമാൻ നളിജത് ജുലൂദുഹും, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ തൊലി പാകമാവുമ്പോ, അത് വെന്തുരുകുമ്പോ, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവരെ ശിക്ഷ രുചിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ തൊലികളെ പകരമായി നൽകുന്നു. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ. അല്ലാഹു തആല പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. അപ്പൊ അദ്ദേഹം ശ്രദ്ധിച്ചു. തഗറ്റാറ്റ് ജസൻ എന്ന് പറയുന്ന ഈ വൈദ്യശാസ്ത്രജ്ഞൻ, ഈ പ്രൊഫസർ ശ്രദ്ധിച്ചു ഖുർആന്റെ പ്രയോഗം. വേദനാ സംവേദനകൾ മനുഷ്യന്റെ തൊലിയാണെന്ന് ഖുർആൻ പറയാണ്. ഇന്ന് ആധുനികമായിട്ട് ആശുപത്രിയിലേക്ക് പൊള്ളലേറ്റ മനുഷ്യനെ കൊണ്ടുവരുമ്പോ മുട്ടുസൂചിയോ സമാനമായ എന്തെങ്കിലുമോ തൊലിയിൽ കുത്തിനോക്കിക്കൊണ്ട് മനുഷ്യന്റെ ഈ ശരീരം, അതിന്റെ അപകടത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഈ അത്യാധുനികമായിട്ടുള്ള കണ്ടെത്തൽ അതൊന്നും സംഭവിക്കാത്ത ഒരു കാലഘട്ടത്തിലും ഖുർആൻ പറഞ്ഞു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഖുർആൻ ചരിത്രം പറയാൻ വേണ്ടി മാത്രം ഒന്നും പറയുന്നില്ല. പക്ഷേ അതിലെല്ലാ വിജ്ഞാനങ്ങളും കടന്നു വരുന്നു. ഖുർആന്റെ പ്രമേയം എന്ന് പറയുന്നത് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഏകദൈവത്വം, പ്രവാചകത്വം, പരലോകം എന്നീ 3 കേന്ദ്രങ്ങളിൽ ഊന്നിക്കൊണ്ട് ഖുർആൻ മനുഷ്യരോട് സംവദിക്കുമ്പോൾ അതിൽ മനുഷ്യൻ പിൽക്കാലത്ത് കണ്ടെത്തുന്ന വൈജ്ഞാനികമായ പല കാര്യങ്ങളും കടന്നു വരുന്നു. ആ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ഖുർആന്റെ ദൈവികത, ഖുർആന്റെ മാനുഷികത വീണ്ടും നമുക്ക് ബോധ്യമാവുകയാണ് സഹോദരങ്ങളെ. ഇങ്ങനെ എത്രയേറെ കാര്യങ്ങൾ സൂറത്തുൽ ഖിയാമയിലെ 3-4 വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം വന്നു. ഇവിടെ അയഹ്സബുൽ ഇൻസാനു വല്ലം നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഈ പുനരുദ്ധാനത്തെ നിഷേധിച്ച് തള്ളിയ ആളുകളോടാണ് ചോദിക്കുന്നത്, മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ അവന്റെ തൊലികളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്?
തൊലികൾ മണ്ണിൽ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ, മനുഷ്യന്റെ എല്ലെല്ലാം മണ്ണിൽ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ ആ എല്ലിനെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് മനുഷ്യൻ വിചാരിച്ചോ എന്ന് ചോദിച്ചതിന് ശേഷം അള്ളാഹു പറയാണ്, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു. നേരത്തെ അമീറിന്റെ പ്രസംഗത്തിൽ അത് വന്നു. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ഇത് ആധുനികമായ കണ്ടെത്തലാണ്. ഈ കണ്ടെത്തൽ നടന്നത് 1880-ലാണ്. 1880 ശാസ്ത്രജ്ഞനായ സർ ഫ്രാൻസിസ് ഗോൾട്ടാണ് 600 കോടി മനുഷ്യർ ലോകത്തുണ്ടെങ്കിൽ അവർക്ക് 600 കോടി വിരൽ തുമ്പുകളാണെന്നുള്ള യാഥാർത്ഥ്യം ലോകത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ വൈജ്ഞാനികമായ മുന്നേറ്റം എത്രത്തോളം ഉണ്ടെങ്കിലും അവൻ ബഹിരാകാശത്തേക്കുള്ള യാത്രയും ചന്ദ്രയാൻ അടക്കമുള്ള ഗവേഷണങ്ങളും ഇനി അതിനപ്പുറത്തെന്തെങ്കിലും നടന്നാൽ പോലും അവിടെ എല്ലാം തന്നെ ഖുർആനിലേക്കും അല്ലാഹുവിലേക്കും മനുഷ്യരെ എത്തും എന്നുള്ളതാണ്. അതിനാണ് ഖുർആൻ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞത്. നിന്റെ